കേരളത്തിലുള്ള കുട്ടികൾ മുന്നിലെത്താൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന എക്സാമുകളിലൊന്നാണ് നമ്മുടെ സ്റ്റുഡൻസിന്റെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലാണ്. 700+ ഷോർട്ട് കട്ടുകളും ഇക്വേഷൻസും. നിങ്ങളൊരു അഡ്വാൻസ്ഡ് ആസ്പിരന്റ് ആണ്. ഹലോ ഓൾ, കേരളത്തിലുള്ള കുട്ടികൾ മുന്നിലെത്താൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന എക്സാമുകളിലൊന്നാണ് JEE എന്നുള്ളത്. പ്രത്യേകിച്ച് JEE അഡ്വാൻസ്ഡ് എക്സാമിൽ ടോപ്പ് 10,000 എത്തുന്ന കുട്ടികൾ, കേരളത്തിലുള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അതിൻ്റെ ഒരു റീസണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. JEEക്ക് പ്രിപ്പയർ ചെയ്യുന്ന, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളടക്കം അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് എത്രത്തോളം മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഫിസിക്സിലും അതുപോലെ തന്നെ മാത്സിലൊക്കെ ഒരു JEE അഡ്വാൻസ്ഡ് എക്സാം ലെവലിലുള്ള ക്വസ്റ്റ്യൻസിലേക്കൊക്കെ അവരെത്തിക്കാൻ വേണ്ട ഒരു പ്രാക്ടീസ് അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊരു സംശയം തന്നെയാണ്. അപ്പോൾ നമ്മൾ മുൻപും പല ബുക്കുകൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് JEE മെയിൻ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ട ഫിസിക്സിലെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു ബുക്കാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ബുക്ക് ഫിസിക്സ് ഫോർ JEE അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ആശിഷ് അറോറ എന്ന് പറയുന്ന ആളുടെ ബുക്കാണ്. ഫിസിക്സ് ഗാലക്സി എന്ന് പറയുന്നതാണ് ഇവരുടെ ടീമിൻ്റെ പേര്. അപ്പോൾ ഇത് കേരളത്തിൽ അത്ര തന്നെ പോപ്പുലർ അല്ല. മേ ബി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇതിനെക്കുറിച്ച് ഈ ഒരു ബുക്ക് കാണുന്നതും ഇതിനെക്കുറിച്ച് കേൾക്കുന്നതും. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതെങ്ങനെ JEE അഡ്വാൻസ്ഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റിന് അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ JEEക്ക് പ്രിപ്പയർ ചെയ്യുന്ന ടോപ്പേഴ്സ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് എല്ലാ വർഷവും കംപ്ലീറ്റ് ചെയ്യുന്ന ബുക്കുകളിൽ ഒന്നാണ് ആക്ച്വലി ഈ ഒരു പെർട്ടിക്കുലർ പുസ്തകം. അപ്പോൾ ഇതിൽ ഫുൾ തിയറിയും അതുപോലെ തന്നെ ഷോർട്ട് നോട്ടുകളും ഒരുപാട് ഷോർട്ട് കട്ടുകളും ഇക്വേഷൻസും പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു MCQs ഒക്കെ അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്കും അങ്ങനെ ഒരു ടിപ്പിക്കൽ ബുക്കല്ല. പകരം 700+ അഡ്വാൻസ്ഡ് ഇല്ലസ്ട്രേഷൻസ് ആണ് ഇതിലുള്ളത്. ഇല്ലസ്ട്രേഷൻസ് എന്ന് പറയുമ്പം ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫിസിക്സിലെ +1 +2 ബേസ് ചെയ്തുകൊണ്ട് JEE എക്സാമിൻ്റെ സിലബസിലേക്ക് വേണ്ട എല്ലാ ചാപ്റ്റേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല ടോട്ടൽ 21 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഈ നമ്മുടെ ഫിസിക്സിൻ്റെ സിലബസ് ഇതിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോ ചാപ്റ്ററിലും ഒരു 50, 60 അല്ലെങ്കിൽ 70 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിൽ ഓരോ ക്വസ്റ്റ്യനും ഏറ്റവും ആദ്യം തന്നെ മൊഡ്യൂൾ 1 മുതൽ മൊഡ്യൂൾ 64 വരെ ഓരോ ക്വസ്റ്റ്യൻ്റെയും ടൈപ്പ്, അത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യനാണ്, കോൺസെപ്റ്റ് അല്ല, ഏത് ടൈപ്പ് ക്വസ്റ്റ്യനാണെന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ ഇൻഡെക്സിൽ കാണാൻ പറ്റും. മൊഡ്യൂൾ 1 എന്ന് ഉദ്ദേശിക്കുന്നത് ആ ക്വസ്റ്റ്യനാണ് ഉദ്ദേശിക്കുന്നത്. മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ചോദ്യമാണ്. എ ബുള്ളറ്റ് ഫയറിംഗ് ടുവേർഡ്സ് എ ബലൂൺ, നോൺ യൂണിഫോം മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ, ക്യാച്ചിങ് ദ ട്രെയിൻ അറ്റ് എ ക്രോസിംഗ് എന്ന് തുടങ്ങി ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണ്. അതാണ് ഇല്ലസ്ട്രേഷൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പേജിലും 2 ക്വസ്റ്റ്യനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓരോ പേജിലും 2 ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ സൊല്യൂഷൻസ് ഇദ്ദേഹം ആശിഷ് അറോറ എന്ന് പറയുന്ന ഫാക്കൽറ്റി ഹാൻഡ് റിട്ടൺ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ആ ഹാൻഡ് റിട്ടൺ പേജിൻ്റെ പ്രിൻറ്റഡ് കോപ്പിയാണ് ഈ ബുക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സമ്മറൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷനാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് സൊല്യൂഷൻ വേണമെന്നുള്ളവർക്ക് ഒരു QR കോഡും ഓരോ ക്വസ്റ്റ്യൻ്റെ കൂടെയും കൊടുത്തിട്ടുണ്ട്. അത് സ്കാൻ ചെയ്തുകൊണ്ട് വീഡിയോ എക്സ്പ്ലനേഷൻ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും കാണാവുന്നതാണ്. അപ്പോൾ എന്താണ് ഇല്ലസ്ട്രേഷൻസിൻ്റെ പ്രത്യേകത? ഓരോ ചാപ്റ്ററിലും കൊടുത്തിട്ടുള്ള 60-70 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഫിസിക്സിലെ എല്ലാ ടോപ്പിക്സിനെയും ബേസ് ചെയ്തുകൊണ്ട് JEE പോലുള്ള എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഓൾമോസ്റ്റ് എല്ലാ സിറ്റുവേഷൻസും ഈ ഇല്ലസ്ട്രേഷൻസിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കുട്ടി കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന JEE മെയിന് വരാൻ പോകുന്ന എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഇതിൽ കവേർഡ് ആയിരിക്കും. കൈനമാറ്റിക്സ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ തന്നെ ഏകദേശം 64 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അടുത്തത് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ആൻഡ് ഫ്രിക്ഷൻ എന്നുള്ള ചാപ്റ്ററാണ്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ 59 മൊഡ്യൂൾസ് ഉണ്ട്. ഓരോ മൊഡ്യൂളും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനാണ്. അതിൽ 1-2 എക്സാമ്പിൾസ് ഞാൻ വായിക്കാം. എ ബോയ് സ്ലൈഡിംഗ് ഡൗൺ എ വീക്ക് റോപ്പ്, എ സിങ്കിങ് ബലൂൺ ഈസ് ടു ബി ലിഫ്റ്റഡ് അപ്പ്, മോഷൻ അണ്ടർ എ ഫോഴ്സ് ചേഞ്ചിങ് ഇറ്റ്സ് ഡയറക്ഷൻ തുടങ്ങി യൂഷ്വലി ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന, ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്ന ഡിഫറെൻറ്റ് ടോപ്പിക്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് ഹാൻഡ് റിട്ടൺ സൊല്യൂഷൻസ് ആയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത, എന്നാൽ നിങ്ങൾ JEEക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ്, നിങ്ങളൊരു കീം ലെവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു JEE മെയിൻസിൻ്റെ ലെവലിലേക്ക് എത്തണം, JEE മെയിനിൽ 100-ൽ ഒരു 80-90 കിട്ടുന്ന ഒരാളായി മാറണം, JEE അഡ്വാൻസ്ഡ് ക്ലിയർ ചെയ്യുന്ന ഒരാളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഫിസിക്സിൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു ബുക്കാണിത്. ഇതൊരിക്കലും നിങ്ങളെ തിയറി പഠിപ്പിക്കാൻ സഹായിക്കില്ല, തിയറിക്കുള്ള ബുക്കല്ലത്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ടോപ്പിക്സൊക്കെ നന്നായിട്ട് അറിയുന്ന, ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കുള്ള ബുക്കാണിത്. അത് പ്രത്യേകം ഓർത്ത് വെക്കുക. ഫിസിക്സ് ഒന്നും അറിയാത്ത ആൾ ഇത് പോയി വാങ്ങിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പോൾ ഓൾറെഡി പ്രോബ്ലം സോൾവിങ് സ്കില്ലുള്ള ഫിസിക്സിലെ കോൺസെപ്റ്റുകളൊക്കെ അറിയുന്ന ഒരാൾക്ക് ലെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്കാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പം ഇതിൻ്റെ ഓർഡർ പറയുന്നത് ഈ ബുക്ക് നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലെറ്റ്സ് സേ ഒരു 5 മൊഡ്യൂൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഫസ്റ്റ് 5 or 6 മൊഡ്യൂൾസ് ഒരു ദിവസം ഒരൊറ്റ സിറ്റിങ്ങിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു. ആ 6 മൊഡ്യൂൾ അല്ലെങ്കിൽ 5 മൊഡ്യൂൾ നിങ്ങൾ ആദ്യം ഇതിൻ്റെ സൊല്യൂഷൻസ് നോക്കി മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻസ് നോക്കി 6 കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഒരു പേപ്പർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൊല്യൂഷൻ കവർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ സ്റ്റുഡൻസിനോട് പറയുന്നൊരു കാര്യമാണ്, ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു പോയിന്റ് വരെ നിങ്ങൾ എന്തല്ല പ്രിപ്പയർഡ് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. വീഡിയോ കണ്ടതുകൊണ്ടോ സൊല്യൂഷൻ നോക്കിയതുകൊണ്ടോ വായിച്ചതുകൊണ്ടോ ഒന്നും കാര്യമില്ല. നിങ്ങൾ പെൻ ആൻഡ് പേപ്പർ എടുത്തിട്ട് വിത്തൗട്ട് ലുക്കിംഗ് അറ്റ് ദി ആൻസർ കീ ഓർ സൊല്യൂഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ മാത്രമേ എക്സാമിന് നിങ്ങൾക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഇത് കവർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം 5 or 6 നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. പലതും ഡിഫിക്കൽട്ടാണ്, യെസ്, ബട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ അത് കവർ ചെയ്യുക. കവർ ചെയ്തിട്ട് നിങ്ങൾക്കത് ഒറ്റയ്ക്ക് ചെയ്തിട്ട് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആ രൂപത്തിൽ നിങ്ങളോട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പല JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ പേപ്പർ എടുത്ത് നോക്കിയാലും പല JEE മെയിൻ്റെ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ബുക്കിലുള്ള പല ഇല്ലസ്ട്രേഷൻസും കമ്പൈൻ ചെയ്തിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. JEE അഡ്വാൻസ്ഡ് എക്സാം ആണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല പലതും. ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2 or 3 ക്വസ്റ്റ്യൻ്റെ കണ്ടൻറ്റ് അതിലുണ്ടാകും. മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 4 ക്വസ്റ്റ്യൻ ചെയ്യുന്ന എഫേർട്ടാണ് ഒരൊറ്റ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇതിലെ 2 or 3 മൊഡ്യൂളുകൾ അല്ലെങ്കിൽ ഇല്ലസ്ട്രേഷൻസ് കമ്പൈൻ ചെയ്തുകൊണ്ടൊക്കെ പലപ്പോഴും ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് കാണാറുണ്ട്. അതുമാത്രമല്ല വളരെ എന്താ പറയുക കോംപ്രിഹെൻസീവായിട്ട് നമ്മുടെ +1 +2 സിലബസിലെ ഓരോ ചാപ്റ്ററും കവർ ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് ഈ ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്കിനെ കുറിച്ച് നിങ്ങൾക്ക് നേരത്തെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, ബട്ട് നിങ്ങളൊരു JEE അഡ്വാൻസ്ഡ് ആസ്പിരൻ്റ് ആണ്, സീരിയസ് ആയിട്ട് ഇതുവരെ ഫിസിക്സിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ആ ഒരു അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, വാങ്ങി നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ PDF ഒക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു ബുക്കിൻ്റെ പ്രത്യേകതകൾ ഞാൻ മുഴുവനായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഈ 700+ അഡ്വാൻസ്ഡ് ഇല്ലസ്ട്രേഷൻസ് ബൈ ദി എൻഡ് ഓഫ് 2 years നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ അവസാനം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി JEE അഡ്വാൻസ്ഡ് എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനും പറ്റും, ഫിസിക്സിൽ നന്നായിട്ട് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, ഇതുപോലെ ഇനി ഏതൊക്കെ ബുക്കുകൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ അറിയിക്കുക. ആൻഡ് JEE പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിന് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, ബുക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ JEE റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ ടോപ്പിക്കിൽ വീഡിയോ വേണം, ഏതെല്ലാം ടൈപ്പ് അഡ്വൈസുകൾ നിങ്ങൾക്ക് വേണം എന്നുള്ളതൊക്കെ കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.